ഒരു വാർ വിളിക്കുമ്പോൾ ഗ്യാങ് ഹൗസിനകത്ത് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും ഗ്യാങ് ഹൗസ് ആയിരിക്കും. അവരവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഗ്യാങ് ഹൗസിനകത്ത് അകത്ത് മീൻസ് പുറത്ത് അവർ പ്രീമിയസിലായിരിക്കും. രോഹിത് ബ്രോ താങ്ക് സോ മച്ച് ഫോർ സപ്പോർട്ട് മാൻ. ലവ് യു ബ്രോ. സൺ ഓഫ് ഫ്ലൈ ആയിരുന്നു. കൊച്ചു ഗെയിമിംഗ് KKB സ്പെക്ട് ചെയ്യുമോ? KKB ഇതിനടുത്താണ് ഇപ്പൊ നമ്മൾ പോയത്. ഒന്ന് രണ്ട് മൂന്ന് വണ്ടി ഇവിടെ പോയി. ഒരു കാര്യം അഡ്വൈസ് കയറി ടീച്ചിങ് ചെയ്യല്ലേ എന്ന് നമ്മുടെ ഫ്രണ്ട്സിനോട് പറയണം. റിക്വസ്റ്റ് ചുമ്മാ ഹേറ്റ് അത് ശരിയാണ്. ഇത് നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ അടുത്ത് ഒന്നും പോയി ഇതാവരുത്. അക്സെപ്റ്റ് ചെയ്തില്ല. അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വണ്ടി അക്സെപ്റ്റ് ചെയ്ത് നോക്കാം. ഫോർമാറ്റ് പറയുന്നു. അക്സെപ്റ്റ് ചെയ്യുമ്പോ എല്ലാരും ഇവിടെ വേണേ. എല്ലാരും വിളിച്ചു. ആട് ബ്രോ സോറോ ഹൈഡാമത്തെ വെൽക്കം സ്ട്രീം. ടച്ച് ബ്രോ ഹൈ വാർ വിളിച്ചു. നല്ല ഹെലി വാർ വിളിച്ചു. അക്സെപ്റ്റ് ചെയ്യണം. അങ്ങോട്ട് പോയി. വരുന്നു ചാറ്റ്. നമ്മൾ ഈ ബോണ്ട് കുറച്ചൊരു ബോൾഡാ. ഓക്കെ 3 വണ്ടിയായി ഇവിടെ. 4 വണ്ടി അതിപ്പോ ഗോളായല്ലോ. ഹൈപ്പർ ക്രൂസർ ബ്രോ. Thank you so much, Hyper Cruiser bro. Thank you so much. വാശിക്കാണ് അല്ലേ? അങ്ങനെ മറക്കുന്നവരങ്ങ് മറന്നോട്ടെ ബ്രോ. ഡോണ്ട് വാണ്ട് ദോസ് ടോക്സിക് ബേസിക്. ആക്ച്വലി എൻ്റെ ഹെൽത്ത് കുറച്ച് വീക്കാണ്. അതുപോലെ തന്നെ ഈ മന്ത് അവൻ്റെ ഡെലിവറിയാണ്. അത് മറന്ന് എല്ലാവരും ആർക്കും കളിക്കില്ല. അതാരെ പണം പറഞ്ഞിട്ടുള്ളതാണല്ലോ. അതാരാണ് പറഞ്ഞത്? പേരെന്താണ്? ടിവിയുടെ ഹെലിയുടെ ലിവർ എന്ത് കിട്ടിയാലും നീയൊക്കെ വാങ്ങിച്ചോണം. ഇതിനകത്തൊന്നും ഒരു 5 പൈസയുടെ അത് കുറവും വരത്തില്ല. എല്ലാം വാങ്ങിച്ചോണം. ചോദിക്കുന്ന എല്ലാം കിട്ടും. ഓഫ് സൈഡ് ആയാലോ അതിപ്പോ ഗോൾ ആയാലോ TV എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഇതെന്തിനാ പറഞ്ഞ ആരും പറഞ്ഞ് വീണ്ടും ഗ്രൂപ്പിൽ ഇതടിക്കുന്നു. സൂപ്പർ ചാറ്റ് ചെയ്താ. ഞാൻ നേരത്തെ പോകുന്നു. എന്ത് പറ്റി? ആണോ? അല്ലല്ല, ഞങ്ങൾക്ക് 5 POV. നമ്മൾ ടിവിയിലുള്ള ഫൈറ്റ് എടുക്കുന്ന PO ഉണ്ടെങ്കിൽ രായൻ ലൈവ് ഉണ്ട്, ബാലൻ ലൈവ് ഉണ്ട്. നമുക്ക് അങ്ങനെയാണോ? മറ്റേ ഞാൻ അഡ്മിൻസ്ട്രേറ്ററാണ് ഇപ്പൊ നോക്കുന്നത്. അത് റെഡിയായി നിൽക്കുക. 1 2 3 4 5 അവൻ എന്തിനാ പറഞ്ഞത്? പിന്നെ ഐശ്വര്യായിട്ട് എന്തിനാ പറഞ്ഞതിന് മുമ്പ് ഡിസ്കോഡിൽ എന്താ കുറെ കേട്ടതാണെന്ന്. അങ്ങനെ ഇതൊക്കെ എന്തിന്റെ പ്രശ്നമാണ്? സെയിം ആണ്. അതിൽ വല്ലതും ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറച്ച് കളറില്ല. അതിൽ 5 മിനിറ്റ് പ്രശ്നം എന്ന് പറഞ്ഞാൽ റെഡ് എന്ന് പറഞ്ഞാൽ നമ്മള് റിയൽ ലൈഫിൽ റെഡിന് വേരിയേഷൻസ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഇൻ ഗെയിമിൽ അത് മനസ്സിലാവണമെന്നില്ല. അക്സെപ്റ്റ് TV ആ മുതുക്ക് സൈഡ് വഴി പോവാണ്. സാൻഡിയിലായതുകൊണ്ട് KTV സൈഡ് പോകുന്നില്ല. എന്റെ ത്രോട്ടൊക്കെ പോയി ഷോക്കായിട്ടിരിക്കും. അവ ഓൾറെഡി മറ്റേ എന്തോ ബാൻഡിന്റെ ഒക്കെ വന്ന് പാട്ട് പാടുന്ന പരിപാടി അതെല്ലാം പോയിട്ട് എന്റെ തൊണ്ട സീനായിട്ടിരിക്കുകയാണ്. അതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന്റെ ഇടയിൽ കൂടി ഇനി നിങ്ങൾ അവൻ ഓക്കെ ആണെങ്കിൽ വരുമല്ലോ. ലൈക്ക് അവനത് അത്രയ്ക്ക് ഇതാ മറ്റേ അറിയാത്തതല്ലോ. അവനറിയാം.
3 നമ്മളെ ഏത് വണ്ടിയാണോ 4 എല്ലാ വണ്ടി കാണുന്നു. ഓരോരൊക്കെ ഇരിക്കുന്നു. എന്നാ പബ്ജി നിർത്തിയോ ബ്രോ? ഇത് കഴിഞ്ഞിട്ട് ഞാൻ 16 വാസ്പെക്കിലാണ്. തൊട്ടുണ്ടാവും. എനിക്ക് വേറെ സെറ്റ് ചെയ്യാൻ എനിക്ക് POVC ആണ്. വെയിറ്റിംഗ് ഫോർ വാസോണ്ണൻ. പിന്നെ അത്ര അങ്ങനെ ടിവിയുടെ ആദ്യത്തെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഒരു സെക്കൻഡേ. അത് കണ്ടോ? സെക്കൻഡ് വെള്ളം എടുത്തിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും അമ്മ ചേച്ചിയുടെ ജാടയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എപ്പോഴും അമ്മ ചേച്ചി ജാടയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലല്ലോ. ആരുടെ കൊച്ചിനെ കുറിച്ച് അനാശം പറഞ്ഞു? ഓക്കെ, ഫ്യൂലിംഗ് കഴിഞ്ഞു. ഓ, ഇവര് സാൻഡിയിലായതുകൊണ്ടോ ഇതിലെ പിടിച്ചേട്ടോ? കേക്കില്ല, ഇതിനകത്ത് റെസ്പോണ്ട് ഇല്ല. ഒരു സാൻഡി ആയതുകൊണ്ടോ ഇതിലെ പിടിച്ച്? കേക്ക് ഇവിടെ ഫ്രണ്ടിൽ കിടപ്പായിരിക്കും. റിപ്പയർ TV എത്ര വണ്ടി ഉണ്ടെന്ന് നോക്കും. 5 വണ്ടി ബ്രോ നമ്മൾ ചെക്ക് ചെയ്തത്. 5 വണ്ടി ഇപ്പൊ ഇവിടെ വരും. 5 വണ്ടി 2 3 4 വണ്ടിയായി ഇപ്പൊ ടോട്ടലൂടെ. 5ാമത്തെ വണ്ടി. ഓ, ഇവര് ഭയങ്കര ഇതാ കളിക്കുന്നല്ലേ. ഒരു വണ്ടി മിസ്സായാലും തിരിച്ചു വന്നിട്ട് വിളിക്കും. കൊള്ളാം. ആദ്യമായിട്ടാണ് ടിവിയുടെ കാണും കൈകാര്യം ചെക്ക്. ഫസ്റ്റ് ടൈം കാണുമോ? ഇങ്ങനെ ഭാഗ്യം. എടാ റെഡി അല്ലേ? എസ്കോയും ഇവനെന്തേ ചെറുത്തനെന്തേ? അല്ലല്ല ഇത് GR പഠിക്കാൻ റെഡിയാണ്. GR 1 TV 2 KKB. ഓക്കെ, ഓക്കെ. KKBയുടെ ഹെലി അവരെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പുള്ളി ക്യാഷ് ക്ലിയർ ചെയ്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ട്. ഓക്കെ, TV യൂട്യൂബ്സിന്റെ ഫ്രണ്ടില് ഒരു വെഹിക്കിൾ ഇവിടെ KKB ഹെലി സ്പോട്ട് ചെയ്തു. KKB എവിടാന്ന് ഇതിലും കാണുന്നില്ല. ഓക്കെ, ഇവിടെ ഉണ്ട് KKB. ഇവിടെ ഈ ഏരിയയിൽ KKB ആൻഡ് TV ഓൾമോസ്റ്റ് ഈ ഏരിയയിൽ. TV ഹെലി റിവർ കിട്ടിയില്ല ഇവർക്ക്. TV ഹെലി റിവർ ഇല്ല ഇവർക്ക്. ഓക്കെ, KKB 5 വണ്ടിയും ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, KKB പുഷ് ചെയ്ത് താഴോട്ട് ഇറങ്ങുന്നുണ്ട്. KKBയുടെ ഒരു വെഹിക്കിലൂടെ, TVയുടെ ഒരു വെഹിക്കിലൂടെ. ഓക്കെ, KKB ഓൺ ദി ഫുട്ട് ഫയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. TV കവർ എടുത്ത് നിൽക്കുന്നു. ഓക്കെ, TV കൗണ്ടർ ഫയർ അടിക്കുന്നുണ്ട്. നല്ല അടി കിട്ടി. വെഹിക്കിൾ ഡാമേജ് ആയിട്ടേ ഉള്ളൂ, ചെറുതായിട്ട് ഓർമ്മ പറഞ്ഞു. ശരി, ഇവിടെ ഏത് ഏരിയയിൽ തന്നെ നിൽക്കുവാണ്. ഓക്കെ, KKB പുഷ് ചെയ്യുന്നുണ്ട് താഴെ കൂടെ. ഈ ഒരു റേഞ്ചിൽ നിന്ന് KKB പുഷ് ചെയ്യുന്നു. ഓക്കെ, KKB പുഷ് ചെയ്തു ഇവിടെ ഓൾമോസ്റ്റ് ഫിറ്റിങ്. ഓക്കെ, KKB ഓൺ ഫുട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നു. നിന്ന് കളിക്കുകയാണ് KKB.
ഓക്കെ കൗണ്ടർ ഫയർ ഇറങ്ങി. ഓക്കെ കൺട്രോൾ ചെയ്യുന്നു. നൈസ് അടി. ഓക്കെ 135 വാച്ചിങ് കേസ് നോട്ട് ഓ ഇല്ലവൻ അവനെ പുഷ് ചെയ്യണോ? അല്ല ചെയ്യുന്നില്ല. ഇല്ല. ഓക്കെ കെ ടിവിയുടെ ഒരു വെഹിക്കിൾ മാത്രമായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്. റൊട്ടേഷൻ എടുക്കാൻ തോന്നുന്നു. ടി വി ഇവിടെ തന്നെ കളിക്കുകയാണ്. സൂപ്പർ ചാറ്റ് ചെയ്തിട്ടുണ്ടോ? കെ കെ ബി ഇവിടെ ഓൺ ഫുഡ് ഇറങ്ങിയിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച് ഫോർ ദ 100 ഗോൾ. എനിക്ക് ഇവിടെ ഓൺ ഫുഡ് ഇറങ്ങിയത്. ഇപ്പൊ എനിക്ക് ടിവി എന്നാ പിന്നെ എനിക്ക് ആഷിഖ് പ്രസാദ് ബ്രോ താങ്ക് യു 100. ഓക്കെ കെ കെ ബി പുഷ് ചെയ്യുന്നു. ഇതെന്ത് നടക്കുന്നു? ആ നടക്കുന്നു. ഓക്കെ കെ ബിക്ക് കൗണ്ടർ ഫയറിംഗ് ഇവിടെ സോറി ടി വിക്ക് കൗണ്ടർ ഫയറിനായിട്ട് കെ കെ ചത്ത് കയറാൻ വണ്ടിയെല്ലാം കിണറ്റ്. ഓക്കെ ജസ്റ്റ് മിസ്. ആരും ഡൗൺ ആയിട്ടില്ല ഇതുവരെ. നൈസടാ വണ്ടി പോയാ നൈസ്. ഒരു ടൗൺ പോലും വീണില്ലൂടെ. വാറായ ഓക്കെ കെ കെ ബി ഓക്കെ എവിടെയാണ് മാർക്ക് ചെയ്തത്? ഓക്കെ എജെ ഡൗൺ ഫാസ്റ്റ് ഡൗൺ എജെ സെയിൽസ്. ഓക്കെ കെ കെ ബി ജെക്സി ഡൗൺ. ഇവിടെ 723 674 ഓക്കെ ഇവിടെ ഓൺ ഫുഡ് ഫൈറ്റിന് ശ്രമിക്കുന്നു കെ കെ ബി. ചെറപറ അടി ഇവിടെ. എന്ത് സംഭവിക്കുന്നേ? മൊത്തത്തിൽ മറ്റേ പാണ്ടിക്കുട്ടായ എന്തുവാടാ ഇവിടെ? ചുറ്റിനും അടിയുണ്ട് കേട്ടോ. കെ കെ ബിക്ക് ചുറ്റിനും അടി. അടിച്ചോറാ. ഓ ഈ സൈഡിൽ നിന്ന് ഒരു പുഷ് ടി വിയുടെ ഇവിടുന്ന്. ഓക്കെ ഓക്കെ ടി വി ഇവിടെ ബാക്ക് സ്റ്റാപ്പ് കുത്തും. ഓക്കെ ടി വി കെവിൻ ഡൗൺ. ടി കെ രായൻ ഡൗൺ. ബേക്കിലാരോ വന്നായിരുന്നല്ലോ. എനിക്ക് സാഹചര്യം ഇച്ചിരി ലേറ്റായി. അങ്ങനെ യൂസർ അടിക്കട്ടെ അവർക്ക്. എത്ര അടി അടിക്കണോ ഒരാൾ വീഴണം. ഓക്കെ ടി വി ഫ്ലഫി ഡൗൺ. ഓ ഇവിടെ ഇടിച്ച് കളിക്കുന്നു. ഓ ടി വി വലിയ ഡൗൺ. ടി വി സി വി ഡൗൺ. ഹെൽമെറ്റ് കളഞ്ഞു പുണ്ണ ഉണ്ടച്ചുവൻ. സാവേജ് ഡൗൺ. റാങ്കിട്ട് ഒരു അടി കൊടുത്തേ.
അടുത്ത ആർമർ അടിച്ചിട്ടില്ല. ഹലോ ഹലോ ഓക്കെ ലെസിക്ക് ഇപ്പൊ ബാക്ക് ഷാവ്. ആരാ കൂടുതൽ ഡൗൺ? ഓ ലെസി 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 സുനിമോൻ എടുക്കൂ ലെസിനെ. ഓ എടുത്തു ഹോൾഡ് ഓൺ ആണെന്ന് തോന്നുന്നു ഓൾമോസ്റ്റ്. കുമാര പ്ലേസിനെ ഒന്നും കാണുമില്ല. എടാ ഇവിടെ ഭയങ്കര ടൈം എടുക്കുന്നുണ്ടോ ഒരാൾ വീഴാൻ. ഭയങ്കര 25 മണിക്കൂർ. എവിടെ ജിആർ അടിക്കുന്നവരെവിടെ? എന്തോ ഒരു കുറെ ഒരു ഡൗൺ എന്തായാലും. റാൻഡ് ഡൗൺ നൈസ് ഫൈറ്റ് ആയിരുന്നു ഇത്. 2 3 4 5 പൊളി ഫൈറ്റ്. ചത്തവര് വീണ്ടും എണീച്ചു വരുന്നുണ്ട് അവിടെ അല്ലേ. ഈ ഒരു ഏരിയയിൽ അടിച്ചു എണ്ണിച്ച് നിക്കണ മാതിരി. ആ മറ്റേ ഇതല്ലേ നോക്കല്ലേ? കഴിഞ്ഞോ? മോനെ നൈസ് എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള വാറില് ഞാൻ മാക്സിമം കുറച്ച് ടൈമെങ്കിലും നിന്നുള്ളൂ. ഇത് കൊള്ളാം. അല്ല ഇതുവരെയുള്ള വാറൊക്കെ കൂടുതൽ ടൈം ഇത് അവന്മാർ ഓൾഡ് ഓൺ ആയി. ഐ തിങ്ക് ഓൾഡ് ഓൺ ആയി. ഞാൻ കണ്ട് അണ്ണൻ വെറുതെ ഇടിച്ച് തന്നെ അങ്ങനെ ആദ്യത്തെ നമ്മള് ഞെക്കുവായിരുന്നു. ഞാന് വിൻഡോ സ്റ്റീവ് കൊണ്ടിരുന്ന് ഞെക്കണ സൈഡിൽ ഇരുന്ന് കണ്ട് ഞാനാണ് നോക്കുന്നത്. എന്താ ഒരാൾ ചാവ എന്താ എത്ര ഉണ്ടാവും. അണ്ണ ഹെൽമെറ്റ് അടിച്ചിട്ട് അടിച്ചാൽ കഴിഞ്ഞല്ലേ ഇപ്പൊ എന്താണ് നമ്മള് 9 പേര് ഡൗൺ ആയി. കിടിലൻ കളി നൈസ്. അതാണ് ഞാൻ പറഞ്ഞ ഒരു ടീം ഇതുപോലെ ഇങ്ങനെ നിന്ന് ഒരിടത്ത് നോന്ന് വളരെ ചുരുക്കം KBയുടെ ഒക്കെ ജോൺ സ്റ്റീഫൻ ഉണ്ടെന്ന്. സ്റ്റൈലായിട്ടൊരു പയ്യൻ ആദ്യം വീണത് കണ്ടായിരുന്നു. അതിലായിട്ടാണ് സെയിൽസിനെ നീയാണ് അടിച്ചിട്ടത്. ഫ്ലഫി ഞാനാ നിനക്ക് കിട്ടിയ നിനക്കാണ് അവനെ കിട്ടിയത്. സംസാരിക്കാൻ ചിരിയോ വരണത്. അയ്യോ ധൈര്യമായിട്ട് ഇനിയിപ്പോ ചാച്ചിക്ക് വന്ന് എന്താ 10 ദിവസം മാത്രമേ പറ്റുള്ളൂ. കണ്ട് അണ്ണ അവന് വെടിവെക്കാൻ പറ്റാണ്ടാണ് അവന്റെ ഹെൽമെറ്റ് ഇടിച്ച് കൊന്നിട്ട് അവൻ വണ്ണച്ചു ആയി. അപ്പഴാണ് നീ അവൻ ഇടിച്ചത്. സിറ്റുവേഷൻ TVLKK has been ended 3 days cool down applied. Okay. പയ്യന്മാർക്ക് നമ്മളിവിടെ കാലുകുത്തിന്റെ അന്ന് തൊട്ട് ഒരു സിറ്റുവേഷൻ എടുക്കണമെന്ന് അങ്ങ് ഭയങ്കര മുട്ടി നിക്കുവായിരുന്നു. വലിയ കഴിയായിരുന്നു. വലിയ ചേർന്ന് ഒരുത്തനെ അടിച്ചപ്പോ അങ്ങ് വലിയ മാസമായിരുന്നു. എന്തോ പറ്റി സീരിയസ് ആയിട്ട് പറയാം. ഇവിടെ ആരും ഈ മെക്കാനിസം കളിച്ച് ഒന്നും ഗ്രൈൻഡ് ഇട്ടില്ല. ഇവിടെ നമ്മള് ഇവന്മാർക്ക് അടിക്കാമെങ്കിൽ ഈ ടൈമിൽ നമ്മൾ അടിക്കായിരുന്നു. അതുപോലെ ഇവന്മാർക്ക് പറ്റിയില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ എക്സ്ലാൻഡിസില് മര്യാദക്ക് അടിക്കാൻ അറിയാവുന്ന ടീം എന്ന് പറയുന്നത് KV. അവന്മാരായിട്ട് എന്തായാലും അവന്മാര് വാറെടുക്കത്തില്ല. ഓപ്പൺ വാർ. ബാക്കി ഇവിടുത്തെ അണ്ണാമ്പണ്ണി മരപ്പട്ടികളെ അടിച്ച് ശീലിച്ചു വെച്ചിരിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലല്ലോ. ഇവന്മാർക്ക് അറിയത്തില്ലായിരുന്നല്ലോ ഇത്ര ലോബിമാര് പറഞ്ഞില്ല. അവന്മാർ ഇനി തല്ല് കൊള്ളുമ്പോ പഠിച്ചോളൂ. ഇനി മനസ്സിലാവും. ഇനി തല്ല് നല്ല കിട്ടിയില്ല. ഇന്ന് കിട്ടി. അങ്ങനെയാണോ അല്ല അങ്ങനെയാണോ ഇവരൊരു ഇതുണ്ടല്ലോ അത്യാവശ്യം നല്ല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ് ആണോ ഇവിടത്തെ? എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചത് അടി കണ്ടിട്ട് എനിക്ക് തീട്ടായിട്ടാണ് തോന്നിയത്. അല്ല സീരിയസ് ആയിട്ട് വെച്ചേട്ടാ അങ്ങനെയല്ല ഇതുണ്ടാ. അല്ല